ചളി പറയണം എന്നതായിരുന്നു മോർണിംഗ് ടാസ്ക്. അപ്പൊ ഈ ഒരു ടാസ്ക് ഏറ്റവും നന്നായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത് ജാസ്മിനും ജിൻഡോയും ശ്രീതുവുമാണ്. ഒരു രീതിയിലും ചിരി വരാത്ത മാതിരി ചളിയാണ് മൂന്ന് പേരും പറഞ്ഞത്. ശ്രീതുവിനെ അതിൽ എടുത്തു പറയണം, ചളി എക്സ്പേർട്ട് ആണ് ശ്രീതു. ബിഗ് ബോസ് കൊള്ളാം എന്നാകെ പറഞ്ഞത് ശ്രീതുവിനെയാണ്. ശ്രീതു പറഞ്ഞ ഒന്ന് രണ്ട് ചളികൾ നമുക്ക് പറയാം. മൊബൈൽ ടവറും ഈർക്കിളിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ടവറിൽ സിഗ്നൽ വരും, ഈർക്കിളിയിൽ സിഗ്നൽ വരില്ല. ഭയങ്കര തമാശ. കല്ലും പല്ലും തമ്മിൽ എന്താണ് വ്യത്യാസം? പല്ല് വെളുത്തത്, കല്ല് കറുത്തത്. ഇങ്ങനെയുള്ള ചളികളാണ് ശ്രീതു അടിച്ചത്. ജിൻഡോ മുന്നോട്ട് വന്നത് ലോകത്തെ ഏറ്റവും ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഒരു കഥ അങ്ങ് അടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കും എന്താണ് ഈ മനുഷ്യന് ഉദ്ദേശിച്ചത് എന്ന്. പക്ഷെ ടാസ്ക് ചളി അടിക്കുക എന്നതാണ്. ആ രീതിയിൽ കറക്റ്റാണ്, കൊള്ളാമായിരുന്നു. ആരും ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആരും അവിടെ ചിരിച്ചില്ല, എല്ലാവരും പുച്ഛഭാവത്തോടെ ഇരിക്കുമായിരുന്നു. പല്ലിയെ പോലെ വെട്ടിയാല് വീണ്ടും ജോയിൻ ആവുന്ന പോലത്തെ ആളാണ് ഞാൻ. അപ്പൊ ഞാനും സായി സിജോയും കൂടി ഒരു ടാസ്ക് കളിച്ചു. അതിൽ സിജോയുടെ കണ്ണില് ഞാൻ പച്ചമുളക് പൊട്ടിച്ചിട്ടു. അപ്പൊ സായി കരഞ്ഞു, സിജോ മരിച്ചു പോയേ എന്ന് പറഞ്ഞിട്ട്. സായിയുടെ കണ്ണില് തക്കാളി ചോദിച്ചു, അപ്പൊ സിജോ കരഞ്ഞു, സായി മരിച്ചു പോയെന്ന് പറഞ്ഞിട്ട്. ഞാൻ സവാളയാണല്ലോ. അപ്പൊ ബിഗ് ബോസ് എനിക്കൊരു വരം തന്നു, എന്നെ ആര് വെട്ടിയാലും അവര് കരയുമെന്ന്. ലോജിക് ഒന്നും നോക്കണ്ട, ടാസ്ക് ഇതായിരുന്നു. ആരും ചിരിച്ചില്ല. ആ രീതിയിൽ ജിൻഡോ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ജാസ്മിൻ നമ്മുടെ നോറേനെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് നോറയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ടിഷ്യൂ ആണ്. ഇന്നാ പിടിച്ചോ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് 2 ഇടി കൊടുക്കുന്നു. ഇനി നോറയ്ക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആകാശത്തോടൊരു വെടി വെച്ചിട്ട് ആ ബുള്ളറ്റിൽ കയറി വീട്ടിൽ പൊക്കോ എന്ന് പറയുന്നു. ചെറിയ സമയമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇതൊന്നും കേട്ടിട്ട് എനിക്ക് ചിരി വന്നില്ല. രതീഷിന്റെ പ്രേതക്കഥ കേട്ടിട്ട് വരെ എനിക്ക് ചിരി വന്നു. പിന്നെ ഗബ്രി മുല്ലപ്പൂന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഒരു കുറെ ചളികൾ അങ്ങ് അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ട് എനിക്ക് ഏറ്റവും ചിരി വന്നത് അവിടെയാണ്. ഗബ്രിയുടെ മുല്ലപ്പൂ കഥ കേട്ടപ്പോഴാണ് ഏറ്റവും ചിരി വന്നത്. പക്ഷെ രതീഷിനാണ് ക്യാപ്റ്റൻ പിന്നീട് ചളി അവാർഡ് കൊടുത്തത്. പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു രതീഷ് മത്സരാർത്ഥി അല്ല എന്ന്. അപ്പൊ റസ്മിൻ അൻസിബേനെ വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അൻസിബയുടെ കഥ കേട്ടിട്ട് എനിക്ക് ചിരി വന്നു എന്നതാണ് സത്യം. അപ്പൊ അതായിരുന്നു ഈ ഒരു ചളി മോർണിംഗ് ടാസ്ക്. കൊള്ളാമായിരുന്നു, എന്റർടൈനിങ് ആയിരുന്നു സംഭവം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.